قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇത് ഇലക്ഷൻ കാലമാണ്, തെരഞ്ഞെടുപ്പ് കാലമാണ്. തിരഞ്ഞെടുപ്പ് ആളുകൾ പല രൂപത്തിലാണ് നോക്കിക്കാണുന്നത്. അക്കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പിനെ ചില ആളുകൾ നോക്കിക്കാണുന്നത് തങ്ങൾക്കുള്ള വിരോധവും വെറുപ്പും പകയും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള, അത് തീർക്കാനുള്ള ഒരു സുവർണ അവസരമായിട്ടാണ് ചിലരൊക്കെ കാണുന്നത് തെരഞ്ഞെടുപ്പിനെ. അത് വ്യക്തിയായാലും സംഘടനകളായാലും ആരായാലും പാമരനായാലും പണ്ഡിതനായാലും ഒക്കെ ഏതാണ്ട് ആ കോലത്തിലാണ് പലരും അതിനെ നോക്കിക്കാണുന്നത് എന്നതാണ് വസ്തുത. അതുകൊണ്ടാണല്ലോ തീർത്തും ഗ്രാമങ്ങളിലെ വികസനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടിടത്ത് ജമാഅത്തെ ഇസ്ലാമിയും മതരാഷ്ട്രവാദവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ചാനലുകൾക്ക് റീച്ച് ഉണ്ടാകണമെങ്കിലും ചാനലുകളിൽ പ്രൈം ടൈം ചർച്ചകൾ സജീവമായി നടക്കണമെങ്കിലും പ്രശ്നങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടണമെങ്കിലും അത് പ്രശ്നങ്ങളായാൽ മാത്രം പോരാ, അത് മുസ്ലിം പ്രശ്നങ്ങളാകണം, അത് ഇസ്ലാമിക പ്രശ്നങ്ങളാകണം എന്നതുകൂടിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ചാനലുകളൊക്കെ ശ്രദ്ധിച്ചാൽ, മാധ്യമങ്ങളൊക്കെ, വിഷ്വൽ മീഡിയകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, പ്രശ്നത്തിൻ്റെ ഗൗരവമല്ല പ്രൈം ടൈം ചർച്ചകൾക്കും കൂടുതൽ റീച്ചിനും കാരണമാകുന്നത്. പ്രശ്നം ഇസ്ലാമും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ കൂടുതൽ കൊഴുക്കുന്നത് എന്ന് മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന നമുക്കെല്ലാവർക്കും മനസ്സിലാകും. അതുപോലെ തന്നെയാണ് ചില മതസംഘടനകളുടെ ചില പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് റീച്ച് ഉണ്ടാകണമെങ്കിൽ, അവരെ നാലാൾ സമൂഹത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ, അറിയപ്പെടുന്നവരായി അവർ മാറണമെന്നുണ്ടെങ്കിൽ, ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ജമാഅത്ത് വിരുദ്ധമായ എന്തെങ്കിലും മതരാഷ്ട്രവാദമോ തീവ്രവാദമോ ഭീകരവാദമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളെക്കുറിച്ച് രണ്ട് വാക്ക് എതിർവർത്തമാനം പറഞ്ഞാലാണ് ചാനലുകാർ നീട്ടിപ്പിടിച്ച കോലുമായി വരികയുള്ളൂ എന്ന അവസ്ഥ, എങ്കിലേ തങ്ങൾക്ക് ജനങ്ങൾ അറിയുന്നവരായി തങ്ങൾ മാറുകയുള്ളൂ എന്ന അവസ്ഥ ചില പണ്ഡിതന്മാരുടെ ഇടയിലെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പറഞ്ഞാലാണ് ഇവരടുത്തേക്ക് വരികയുള്ളൂ, ഇവർ കോലുമായി വരികയുള്ളൂ. രാഷ്ട്രീയ പാർട്ടികൾ തോന്നിയതുപോലെ വർത്തമാനം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവരത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തോന്നിയ പോലെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പറഞ്ഞത് ഇന്ന് പറഞ്ഞില്ല എന്ന് പറയുന്നു, ഇന്ന് പറയുന്ന കാര്യം നാളെ നിഷേധിക്കുന്നു, കാലത്ത് പറഞ്ഞത് വൈകുന്നേരം നിഷേധിക്കുന്നു. തങ്ങൾക്ക് 10 വോട്ട് കിട്ടാൻ എന്ത് വെറുപ്പ് വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കും രാഷ്ട്രീയ പാർട്ടികൾ, അതിൻ്റെ അമരത്തിരിക്കുന്നവർ. അതിനൊന്നും യാതൊരു ഉളുപ്പുമില്ല എന്ന് കേരള രാഷ്ട്രീയം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അത് മനസ്സിലാകും.
പക്ഷെ ഇത് പാമരന്മാർ പറഞ്ഞാലും നമുക്ക് കുറച്ചൊക്കെ തിരിയും, അവർക്ക് വിവരമില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ ആളുകളെ, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് കൈപിടിച്ചാനയിക്കേണ്ട പാമരന്മാരെക്കാൾ കൂടുതൽ പരലോകത്തിലും പടച്ചവനിലുമൊക്കെ ബോധമുള്ള പണ്ഡിതന്മാർ ഇപ്പണിയെടുക്കുമ്പോൾ അതെത്രമാത്രം ഗുരുതരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമായൊരു സംഗതിയില്ല. അവർ പോലും ഈ പറഞ്ഞതുപോലെ ഇലക്ഷനെ തങ്ങൾക്ക് സംഘടനകളോടുള്ള വിരോധങ്ങളും വ്യക്തികളോടുള്ള വിരോധങ്ങളും ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അവർ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു. ഏതുപോലെ എന്ന് ചോദിച്ചാൽ സിനിമാ ഡയലോഗ് പോലെ കാറ്റുള്ളപ്പോൾ തൂറ്റണം രാഘവ എന്ന് പറഞ്ഞതുപോലെ കാറ്റുള്ളപ്പോൾ പരമാവധി അവരങ്ങോട്ട് ഉപയോഗിക്കുകയാണത്. അത് പറയുന്ന സന്ദർഭം എന്താണ്, പറയുന്ന കാലം എന്താണ്, പറയുന്ന കാര്യം എന്താണ്, താൻ ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി ആർക്കാണ് ഉപകാരപ്പെടുക, ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ആളുകൾ എങ്ങനെയായിരിക്കും വിലയിരുത്തുക, തൻ്റെ സംഘടനക്ക് തന്നെ എന്തായിരിക്കും അതിലൂടെ സംഭവിക്കാൻ പോകുന്നത്, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. തങ്ങൾക്ക് തൽക്കാലം ഒരു സുഖം കിട്ടണം. ചിലരുടെയൊക്കെ ഈ ചാനലുകാർ നീട്ടിപ്പിടിച്ച കോലുമായി വരുമ്പോൾ ചിലരുടെയൊക്കെ ചിരി കാണുമ്പോഴും അവരുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോഴും തന്നെ നമുക്ക് മനസ്സിലാവുക നിങ്ങളെന്താണ് ഇത്ര വൈകിയത്, കുറച്ചും കൂടി നേരത്തെ വരേണ്ടതല്ലേ എന്ന മാനസികാവസ്ഥയിലാണ് പണ്ഡിതന്മാരെന്ന് പറയുന്ന ചിലരുടെ പോലും, സംഘടനാ നേതാക്കന്മാരെന്ന് പറയുന്ന ചിലരുടെ പോലും ബോഡി ലാംഗ്വേജ്. ഞാൻ പ്രത്യേകിച്ച് ആരും പേരെടുത്തൊന്നും പറയുന്നില്ല. ഈ കാലത്ത് ജീവിക്കുന്ന ഏതൊരാൾക്കും ഇതെല്ലാം മനസ്സിലാകും. അതുകൊണ്ടാണ് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ല ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയാണ്. കേരളത്തിലെ വളരെ കുറച്ച് ആളുകൾ മാത്രമുള്ള ഒരു പ്രസ്ഥാനമാണോ ഈ ഇത്തരം പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാവേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയല്ല? ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭീകരതയാണോ? അതാണോ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്? അല്ലല്ലോ. പക്ഷെ എന്നിട്ടും അത് ചർച്ചയാകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ചർച്ചയാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും നിങ്ങളൊക്കെ നമ്മുടെ വിരോധം തീർക്കാനാണ് നമ്മളെ കൊണ്ട് പറ്റാവുന്ന വൃത്തത്തിൽ ചെയ്യുമ്പോൾ പണ്ഡിതരെന്ന് പറയുന്ന ചിലർ അവരുടെ നിലവാരത്തിലാണ് അവർ കാര്യങ്ങൾ നീക്കുന്നത് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. പണ്ഡിതനും പാമരനും തമ്മിലുള്ള വിടവ് അവസാനിച്ച് രണ്ടുപേരും ഒരേ വേവ് ലെങ്തിൽ സഞ്ചരിക്കുന്ന, ഒരേ ഫ്രീക്വൻസിയിൽ സംസാരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാടെടുത്ത ഒരാളെന്ന് പറയാൻ നമുക്ക് പറ്റുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അമരക്കാരനായ ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊലുവായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ചില ചോദ്യങ്ങളൊക്കെ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ മറ്റ് ചില സംഗതികളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായ പണ്ഡിതോചിതമായ ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്യാണ്? ജോസ് കെ മാണി UDF നിന്ന് LDF പോയപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് കൊലുവായിട്ട് വരാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് വളരെ കൃത്യമായ ചോദ്യമാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് വരാതിരുന്നത്? രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുണ്ട്. അവർ ചിലപ്പോൾ പലരുമായി കൂട്ടുകൂടും. അവർ പലരും രാഷ്ട്രീയ രംഗത്ത് പല നീക്കുപോക്കുകളും അവർ നടത്തും. അത് അവരുടെ കാര്യമാണ്, അത് അവരോട് ചോദിക്കണം. അതല്ലാതെ നിങ്ങൾ അതൊക്കെ വന്ന് എന്നോട് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ജോസ് കെ മാണി UDF നിന്ന് LDF പോയപ്പോൾ നിങ്ങൾ ഇതുമായി എൻ്റെ അടുത്ത് വരാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. പലതും പ്രതീക്ഷിച്ച് ചെന്ന ചാനലുകാർ നിരാശരായി മടങ്ങിപ്പോകേണ്ടി വന്നു. അതാണല്ലോ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എന്തെല്ലാമാണ് പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മളൊക്കെ വളരെ ഗൗരവമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട സന്ദർഭത്തിലാണ്. നമ്മളൊക്കെ വ്യത്യസ്ത സംഘടനകളിലുള്ള ആളുകളായിരിക്കാം, പാർട്ടികളിലുള്ള ആളുകളായിരിക്കാം. പക്ഷെ അടിസ്ഥാനപരമായി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് പാർട്ടിയിൽ നിങ്ങൾ പ്രവർത്തിച്ചാലും ഏത് സംഘടനയിൽ നിങ്ങൾ പ്രവർത്തിച്ചാലും അടിസ്ഥാനപരമായി നമ്മൾ മുസ്ലിങ്ങളാണ് എന്ന ബോധ്യവും നമുക്കുണ്ടാകണം. അടിസ്ഥാനപരമായി നമ്മൾ മരിച്ചു പോകേണ്ടവരാണ്. ഒരു ദിവസം നമ്മുടെ എല്ലാ കൈപ്പിടിയിൽ നിന്നും കാര്യങ്ങൾ വിട്ടുപോകുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ എത്തും. പലരും എത്തുന്നത് നമ്മൾ ദൈനംദിനം എന്നോണം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധം നമുക്ക് വേണം. എന്നിട്ട് വേണം നമ്മൾ നിലപാടുകൾ എടുക്കാനും അഭിപ്രായങ്ങൾ പറയാനും കാര്യങ്ങൾ ചെയ്യാനും. അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന ബോധം വേണം. പണ്ഡിതനായാലും വേണമെന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പാമരന്മാരായ നമ്മൾക്ക് കൃത്യം ബോധ്യമുണ്ടാകണം ജീവിതത്തിനൊരു പര്യവസാനമുണ്ടെന്നും ആ പര്യവസാനത്തിന് ശേഷം കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു വേദിയും ലോകവും ഉണ്ടാകുമെന്നൊക്കെയുള്ള ബോധം നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാലും ഉണ്ടാകണം. കാരണം അവസാനത്തെ കണ്ണടക്കുന്ന സന്ദർഭം കഴിഞ്ഞാൽ
പിന്നെ ഈ പറഞ്ഞവരാരും ഉണ്ടാവില്ല. നമ്മൾ ചെയ്തതും നമ്മൾ പറഞ്ഞതുമായ കാര്യങ്ങൾക്ക് കൃത്യമായ വിശദീകരണവും വിശദാംശങ്ങളും നൽകി മാത്രമേ നമുക്ക് വെച്ച കാലെടുത്ത് തിരിച്ചു വയ്ക്കാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഒരു സുഖം കിട്ടും, തൽക്കാലം ഒരു ആത്മനിർവൃത്തി ഉണ്ടാകും, തൽക്കാലം ഒരു സന്തോഷമൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധവും നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. എന്താ പറയുന്നത്? സത്യത്തിൽ ബോക്കോ ഹറാമുമായി ബന്ധമുണ്ട്, ISIS-ഉമായി ബന്ധമുണ്ട്, അൽഖായിദയുമായി. ഈ അൽഖായിദയും ISIS-ഉം ബോക്കോ ഹറാമൊക്കെ എന്താണ്? അവരൊക്കെ ആയിട്ട് ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകൾക്ക് ബന്ധമുണ്ട്, അവരുടെ ആശയമാണ് ഇവരൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് മുസ്ലിമാവുക എന്നത് തന്നെ വലിയ ഒരു ചലഞ്ചായിരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മുസ്ലിമാവുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമോഫോബിയ നിമിഷം നിമിഷം തിടം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പത്രത്തിൽ നമ്മളെല്ലാം കണ്ടില്ലേ, 35 വയസ്സുള്ള ഒരു കന്യാസ്ത്രീ ക്രൊയേഷ്യയിലുള്ള മുസ്ലിം കുടിയേറ്റക്കാർക്കെതിരെ എന്നെ അവർ അല്ലാഹു അക്ബർ വിളിച്ച് എന്നെ അവർ ആക്രമിക്കാൻ വന്നു, എന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞ വാർത്തയും നമ്മൾ കണ്ടിട്ടില്ലേ? അവർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പോയി കടയിൽ നിന്ന് കത്തി വാങ്ങി കൊണ്ടുവന്ന് അവര് തന്നെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചിട്ട് അത് മുസ്ലിം കുടിയേറ്റക്കാർ അല്ലാഹു അക്ബർ വിളിച്ച് ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അവിടുത്തെ പോലീസും അന്വേഷണ സംഘമൊക്കെ ആയതിന്റെ പേരിൽ കയ്യോടെ പിടികൂടി. കത്തി വാങ്ങിയ കടയും ഇവരെന്തുദ്ദേശത്തിലാണ് ഇത് ചെയ്തത് എന്ന് കയ്യോടെ പിടികൂടി. അങ്ങനെയുള്ള ഒരു ലോകത്താണ് എൻ്റെ സഹോദരി സഹോദരന്മാരെ നമ്മൾ ജീവിക്കുന്നത്. അമ്പലങ്ങളിലേക്ക് ചാണം വലിച്ചെറിഞ്ഞതിന് ശേഷം അത് മുസ്ലിം ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നു. അതുപോലെ എത്ര ശ്രമങ്ങൾ ഈ അടുത്തടുത്ത റീസെന്റ് ആയിട്ടുള്ള കാലത്ത് നടന്നു. ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് ബോക്കോ ഹറാം പ്രവർത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയടിത്തറയിലാണ്, അൽഖായിദ പ്രവർത്തിക്കുന്നത് ആശയടിത്തറയിലാണ്, ഇവിടുത്തെ വഹാബി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് താലിബാനിസത്തിന്റെ ആശയടിത്തറയിലാണ് എന്നൊക്കെ എത്ര കൂളായിട്ട് പൂവമ്പഴം കടയിൽ നിന്ന് വാങ്ങി തൊലി ഉരിഞ്ഞ് തിന്നുന്ന അത്രയും ലാഘവത്തോടു കൂടിയാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്. ബോക്കോ ഹറാമാണ് ഇവരുടെ അടിത്തറ. ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, എന്തിൻ്റെ പേരിലാണെങ്കിലും ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകൾക്ക് നേരെ പരസ്പരം തീവ്രവാദവും ഭീകരവാദവും മതരാഷ്ട്രവാദവും ഒക്കെ ഉന്നയിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എന്തൊരു ന്യായത്തിൻ്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിലാണോ നമ്മൾ ഇതൊക്കെ ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകൾക്ക് നേരെ കെട്ടിവെക്കുന്നത്, അതേ ന്യായവും യുക്തിയും ഉപയോഗിച്ച് ഇവിടുത്തെ സംഘപരിവാറിനും കാസക്കും എല്ലാം മുസ്ലിങ്ങൾ മൊത്തത്തിൽ തീവ്രവാദികളാണെന്നും ഭീകരവാദികളാണെന്നും മതരാഷ്ട്രവാദികളാണെന്നും ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ഇതേ ന്യായങ്ങൾ നിരത്തി സ്ഥാപിക്കാൻ കഴിയും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഖുർആൻ ഉണ്ടല്ലോ, അള്ളാഹ് അവതരിപ്പിച്ചെന്നാണ്. ആ ഖുർആനിലെ ആയത്തുകളെല്ലാം വച്ച് ഇവിടുത്തെ ലോകത്തെ മൊത്തം മുസ്ലിങ്ങളും തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് എന്ന് ഇതേ യുക്തിയും ന്യായവും ലോജിക്കും ഒക്കെ ഉപയോഗിച്ച് അവർക്ക് പറയാൻ കഴിയുമെന്നല്ല. സമകാലീന ലോകത്ത്, ഇന്ത്യ രാജ്യത്ത്, കേരളത്തിൽ അത് വെച്ചിട്ട് അവർ പറയുന്നത്. അതിനാണ് മുസ്ലിങ്ങൾ ഇവിടെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആ യുക്തി ശരിയല്ല, നിങ്ങളുടെ ലോജിക്ക് ശരിയല്ല, ഇസ്ലാം അങ്ങനെ ഒരു മതരാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്നില്ല, അതേപോലെ തന്നെ ഇസ്ലാം തീവ്രവാദ വിരുദ്ധമാണ് എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? വിശുദ്ധ ഖുർആനിലെ തന്നെ ആയത്തുകൾ ഉദ്ധരിച്ചിട്ടാ പറയുന്നത് ഇസ്ലാം തീവ്രവാദ പ്രസ്ഥാനമാണ്, ഇസ്ലാം ഭീകരവാദ പ്രസ്ഥാനമാണ്. അതിന് മറ്റൊരു ലോജിക്ക് കൂടി ഉണ്ടല്ലോ. ഇപ്പൊ ഇവർ പറയുന്ന ആളുകളൊക്കെ തന്നെ വഹാബി പ്രസ്ഥാനങ്ങളും അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും മറ്റേത് പ്രസ്ഥാനങ്ങളാണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അവരൊക്കെ റെഫർ ചെയ്യുന്നത് എന്തെന്നാ? അവരൊക്കെ റെഫർ ചെയ്യുന്നത് ഞങ്ങളിത് പറയുന്നത് ഖുർആനിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങൾ ഈ പറയുന്ന വാദങ്ങളെല്ലാം ഖുർആനിൽ നിന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരാൾക്ക് പറയാലോ അടിസ്ഥാന പ്രശ്നം ഖുർആൻ തന്നെയാണെന്ന്. അതാണല്ലോ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മുസ്ലിങ്ങളല്ല പ്രശ്നം, അവരുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്ത് സാഹചര്യത്തിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത്, ഇവർക്ക് ബോക്കോ ഹറാമുമായി ബന്ധമുണ്ട്, ഇവർക്ക് ISIS ഉണ്ടാക്കിയത് ഇവരുടെ ആശയടിത്തറയിലാണ് എന്നൊക്കെ എത്ര ലാഘവത്തോടു കൂടിയാണ് പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. എത്ര ലാഘവത്തോടു കൂടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരിച്ചു പോകേണ്ടതാണെന്നുള്ള ഒരു ബോധവും വെളിവും വെള്ളിയാഴ്ചയും ഇവർക്കില്ല. ഇവർക്ക് ആകെ റീച്ച് കിട്ടിയാൽ മതി, ഇവർക്ക് ആകെ ചർച്ച നടത്തിയാൽ മതി, എന്തെങ്കിലും കിട്ടാൻ ചാനലുകാർ നോക്കിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ കുർബാനയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഹോദരന്മാരുടെ കുർബാനയുമായി ബന്ധപ്പെട്ട് എത്ര മാസങ്ങളായി ചർച്ച ഇവിടെ നടക്കുന്നു, എത്ര വിവാദങ്ങൾ നടക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാ, ഈ ചാനലുകാർ ആരെങ്കിലും
ഈ കോലുമായി ചെന്ന് ഈ മൈക്കുമായി ചെന്നിട്ട് ഈ അച്ഛന്മാരോട് ചോദിക്കാറുണ്ടോ? ഈ വിഷയത്തിൽ അവരങ്ങനെയാണല്ലോ പറയുന്നത്, ഇവരിങ്ങനെയാണല്ലോ പറയുന്നത്, ചോദിക്കാറുണ്ടോ? ചോദിക്കാറില്ല. എന്ത് ചോദിക്കാത്തത്? അങ്ങോട്ട് ചെന്നാൽ ഇവർക്ക് ഉദ്ദേശിച്ച് ഒന്നും കിട്ടൂല എന്ന് ഇവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലൂല ഇത് ചോദിച്ച്. അല്ലെങ്കിൽ ചോദിക്കാൻ എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ നടന്ന്, എത്ര നാളുകളോളം എറണാകുളത്തൊരു പള്ളി പൂട്ടിയിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. എന്നിട്ട് ഈ ചാനലുകാർ അതുമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ടോ? ഒരച്ഛൻ്റെ അടുത്തേക്കും ചെല്ലുന്നില്ലല്ലോ. കാരണം അവിടെ നടക്കൂല എന്നുള്ളത് ഇവർക്ക് നന്നായി അറിയാം. അവിടെ നിന്നൊന്നും കിട്ടില്ല. അവർക്ക് നല്ല ഉത്തരവാദിത്വ ബോധമുണ്ട് എന്ന് ഇവർക്ക് നന്നായി അറിയാം. ഇതേ ആളുകൾക്ക് തന്നെ മുസ്ലിം മതസംഘടനാ നേതാക്കന്മാരെ അറിയാം. ഇവരുടെ അടുത്തേക്ക് ചെന്നാൽ എന്തെങ്കിലും ചീഞ്ഞതും വെളിച്ചതും പുളിച്ചതും ഒക്കെ കിട്ടും എന്നിവർക്ക് അതും അറിയാം. അതുകൊണ്ടാണ് ഇവർ ഇതുമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിന് മാന്യമായ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള മറുപടി പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചെല്ലൂല. അതെങ്ങനെ ചെല്ലണ്ടെന്ന് ഇവർ ആഗ്രഹിക്കണില്ലല്ലോ, ചെല്ലണമെന്നാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ചിലരുടെ ബോഡി ലാംഗ്വേജും ചാനലുകാരെ കാണുമ്പോഴുള്ള ആ വെളുത്ത ചിരിയൊക്കെ കാണുമ്പോൾ നിങ്ങളെന്താ ഇത്ര വൈകിയത്, കുറച്ച് നേരത്തെ വരേണ്ടതല്ലായിരുന്നോ എന്ന് തോന്നുന്ന രൂപത്തിലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നു. ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നമ്മളൊരു ഹുതുബ എന്നതുമായി ബന്ധപ്പെട്ട് നടത്തി. ശബരിമലയിലെ ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളി കടത്തിക്കൊണ്ടുപോയി. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ജനസമൂഹത്തിന്റെ ആരാധനാ കേന്ദ്രത്തിൽ നിന്ന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്വർണ്ണപ്പാളി പൂശാനെന്നും പറഞ്ഞ് സ്വർണ്ണപ്പാളിയാണ് കൊണ്ടുപോയത്. എത്ര മാസമായി ചർച്ച നടക്കണത്? അതിന് എത്ര പേരെ പിടിച്ചിപ്പോൾ എത്ര പേര് ജയിലിനകത്തുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര പേര് ജയിലിനകത്തുണ്ട്? അതിനുശേഷമല്ലേ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചാനലുകളിലൂടെ കണ്ടത് ആരാധനയും മദ്യവും കൂടി ഒന്നിച്ച് കച്ചവടം നടത്തുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടില്ലേ? കൊട്ടക്കണക്കിന് കുപ്പി മദ്യം, അതിൻ്റെ മുകളിലെല്ലാം ദൈവങ്ങളുടെ ചിത്രം. കയ്യോടെ പിടിക്കുന്നത് കേരളം കണ്ടു. കയ്യോടെ പിടിക്കുന്നത് കേരളം കണ്ടു. ഈ കഴിഞ്ഞ 4-5 ദിവസം മുമ്പുള്ള പത്രത്തിലല്ലേ നമ്മൾ കണ്ടത്? പൂജ നടത്താൻ വേണ്ടി കൈക്കൂലി ആവശ്യപ്പെട്ട് വിജിലൻസ് അയാളെ പിടിച്ചു. പൂജ നടത്താൻ വേണ്ടിയിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സബ് ഗ്രൂപ്പ് ഓഫീസർ ശ്രീനിവാസൻ, അദ്ദേഹം റിസീവറും കൂടിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എൻ്റെ കീഴിലുള്ള ഒരു അമ്പലത്തിലെ റിസീവറും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് റിസീവറായിട്ടുള്ള അവിടെ പൂജ നടത്താൻ വേണ്ടി ഒരാൾ വന്നു. 35,000 രൂപ പൂജക്ക് വേണ്ടിയിട്ട് അയാൾ കൊടുത്ത്. അത് കഴിഞ്ഞപ്പോൾ ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പൂജ നടത്താൻ സൗകര്യം ചെയ്ത് തന്നതിന് എന്ത് വേണം, 5,000 രൂപ എനിക്ക് തരണം എന്ന് പറഞ്ഞ് അയാൾ നേരെ വിജിലൻസിന് ഇൻഫർമേഷൻ കൊടുത്തു. ആ ഇൻറ്റിമേഷൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ 3 സുപ്രധാന സംഭവങ്ങൾ നടന്നു. ഇവിടുത്തെ ഏതെങ്കിലും ചാനലിൽ പ്രൈം ടൈം ചർച്ച, ഹിന്ദു മതത്തിന് ഇങ്ങനെ പ്രശ്നമുണ്ട്, ആ മതത്തിൽ ഇങ്ങനെ തകരാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വല്ല ചർച്ച ഇവിടെ നടന്നോ? എല്ലാം രാഷ്ട്രീയ ചർച്ചകളല്ലേ നടന്നത്? എല്ലാം രാഷ്ട്രീയ. നമ്മൾ പറയുന്നത് അതിന് ഹിന്ദുമതവുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. ഈ തെമ്മാടിത്തരത്തിനൊന്നും ഹിന്ദുമതമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. നമ്മളത് ചർച്ച ചെയ്യണമെന്നും അല്ല പറയുന്നത്. മറിച്ച് ഇതേ സെയിം സംഗതികൾ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ടാണ് വന്നതെങ്കിൽ ഇവിടെ ഇസ്ലാം ചർച്ചയാകും, ഇവിടെ ഖുർആൻ ചർച്ചയാകും, ഇവിടെ മുഹമ്മദ് നബി ചർച്ചയാകും. അങ്ങനെ ചർച്ചയായി അദ്ദേഹം കല്യാണം കഴിച്ചതുവരെ ഇവിടെ ചർച്ചയാവും. ഇല്ലേ? ചർച്ചയാവും. ഇവിടെ വല്ല ചർച്ച നടന്നോ? ഇതൊക്കെ നടന്നിട്ട് ഈ 3 സംഭവങ്ങൾ 3 ഒരു പ്രത്യേക ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹവുമായി ബന്ധപ്പെട്ടുണ്ടായ വാർത്തകളാണ് ഇതെല്ലാം. അതിൻ്റെ പേരിൽ അവർ കുരിശിലേറ്റപ്പെടണമെന്നോ അതിവിടെ ഹിന്ദുമതം ചർച്ച ചെയ്യപ്പെടണമെന്നോ ഒന്നും അല്ല നമ്മൾ പറയുന്നത്. മറിച്ചായിരുന്നുവെങ്കിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുക ഇസ്ലാം. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് അയാൾ തീവ്രവാദിയാണ്, ഇയാൾ മതരാഷ്ട്രവാദിയാണ്, അയാൾ അന്താരാഷ്ട്ര ഗൂഢാലോചന സംഘത്തിൽ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ ലാഘവത്തോടു കൂടി സാധാരണക്കാരൻ പറയുന്നതാണെങ്കിൽ അവൻ്റെ വെളിവേട് കൊണ്ട് പറയുന്നതാണെന്ന് പറയാം. ഇത് പണ്ഡിതന്മാർ എന്നിട്ട് പറയുന്നത് മുനാഫിക്കുകളാണ്, തീവ്രവാദികളാണ്, ഭീകരവാദികളാണെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നറിയാമോ? സംഭവിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നീതിബോധം എന്ന് പറഞ്ഞത് തൊട്ട് തീണ്ടാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇസ്ലാമിലെ ഏറ്റവും വലിയ മൂല്യമായ നീതിബോധം, ആ നീതിബോധം തൊട്ട് തീണ്ടാത്തത് കൊണ്ടാണ് ഇനി അവരിൽ നിന്നല്ല നമ്മളിൽ നിന്നും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മൂല കാരണം അതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇസ്ലാമികമായി ഏറ്റവും ഉയർന്ന മൂല്യമാണ് നീതി എന്ന് പറയുന്നത്, ജസ്റ്റിസ്. ഞാൻ പറയുന്നു, 20 കൊല്ലത്തോളമായി ഞാൻ ഈ മിമ്പറിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതിലേറ്റവും കൂടുതൽ ഞാൻ ഓതി വച്ചിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്ത് എന്ന് പറയുന്നത് 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ സൂക്തമാണ്. ഏറ്റവും കൂടുതൽ ഈ മിമ്പറിൽ നിന്ന് ഞാൻ പാരായണം ചെയ്തിട്ടുള്ളതും വിശദീകരിച്ചിട്ടുള്ളതും ഇനിയും പാരായണം ചെയ്യും, ഇനിയും വിശദീകരിക്കും.
അത് നീതിയെക്കുറിച്ചുള്ളതാണ്. 5-ാം അധ്യായം. അതാണ് ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖറബു തഖ്വാ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഇതാണ് ഏറ്റവും കൂടുതൽ മിമ്പറിൽ നിന്ന് ഞാൻ ഓതി വച്ചിട്ടുള്ള ആയത്ത്. നീതി എന്ന് പറയും, നീതിയുമായി ബന്ധപ്പെട്ട് നീതിയുടെ ഗൗരവം സൂചിപ്പിക്കുന്ന 2 ആയത്ത് വിശുദ്ധ ഖുർആനിലുണ്ട്. ഒരുപാട് ആയത്തുണ്ട്, സുപ്രധാനമായ 2 ആയത്തുണ്ട്. അതിലൊന്നാണിത്. മറ്റേത് 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 135-ാം വചനം. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ് വലൗ അലാ അൻഫുസികും വബിൽ വാലിദൈനി വൽ അഖ്റബീൻ ഇൻ യകുൻ ഗനിയ്യൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമാ ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു വഇൻ തൽവു ഔ തുഅരിദു ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. ഈ 2 ആയത്തുകൾ വളരെ ശ്രദ്ധേയമായ ആയത്താണ്. ഈ 2 ആയത്തുകളും നമ്മുടെ മരണം വരെ നമ്മുടെ ജീവിതവുമായി ടാഗ് ചെയ്തിടേണ്ട ആയത്താണ്. അത്രക്കും പ്രാധാന്യമുള്ള ആയത്താണ് ഈ 2 ആയത്തും. നീതിയാണ് അതിനകത്ത് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യം, വാല്യൂ എന്ന് പറയുന്നത്. ഇസ്ലാമിൽ ഏറ്റവും ഉയർന്ന മൂല്യമാണ് നീതി എന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്ന മൂല്യം എന്താണത്? ഏറ്റവും ഉയർന്ന മൂല്യമായെന്നറിയാമോ? ബാക്കി എല്ലാ മൂല്യങ്ങളും അതിനകത്ത് പെടും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഏതൊരു വാല്യൂ നമ്മൾ എടുത്താലും, വാല്യൂസ് എടുത്താലും ആ വാല്യൂസ് എല്ലാം, ആ മൂല്യങ്ങളെല്ലാം ഈ നീതി എന്ന് പറയുന്ന മൂല്യങ്ങൾക്കകത്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് നീതി എന്ന് പറയുന്ന സംഭവം നമ്മൾ എന്തിനാണ് ഇതിങ്ങനെ നിരന്തരം പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സിൽ അത് കൃത്യമായി സേവ് ചെയ്യപ്പെടേണ്ടതുണ്ട്. നീതിക്ക് വിരുദ്ധമായത് ചെയ്യാൻ പാടില്ല എന്ന ബോധം നമുക്ക് വേണം. ശത്രുതയുണ്ടെങ്കിലും അത് ചെയ്യാൻ പാടില്ല. ഈ 2 ആയത്തുകളും ചേർത്ത് വച്ചാലുണ്ടല്ലോ, ചേർത്ത് വച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് നീതിക്ക് ഇസ്ലാം കൊടുക്കുന്ന പ്രാധാന്യം, അള്ളാഹു കൊടുക്കുന്ന ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. 1-ാമത്തെ ആയത്ത്, ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 2 ആയത്തും തുടങ്ങുന്നത് തന്നെ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഖുർആനിൽ നമ്മളോട് ഒരുപാട് നിർദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. പക്ഷെ എല്ലാ നിർദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചിട്ടല്ല. ചില ഇടങ്ങൾ 89 പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനു അഥവാ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ കുറച്ച് ഊന്നലുള്ളത് കൊണ്ടാണ് അങ്ങനെ വിളിച്ച് കാര്യം പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 89 പ്രാവശ്യം പല കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ അള്ളാഹ് വിളിച്ചിട്ടുണ്ട്. അതിൽ 2 വിളിയാണ് ഇത് നടത്തിയത്. 2ഉം നീതിയുമായി ബന്ധപ്പെട്ടാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചാണ് തുടങ്ങുന്നത്. ഒരിടത്ത് അല്ലാഹ് പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്. സൂറത്ത് നിസായിൽ അല്ലാഹ് പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്. ഇത് രണ്ടും തമ്മിൽ മലയാളത്തിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒരിടത്ത് അല്ലാഹു പറയുന്നു നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുക നീതിക്ക് സാക്ഷിയായി. മറ്റൊരിടത്ത് അല്ലാഹ് പറയുന്നു നീതിക്ക് വേണ്ടി നിലകൊള്ളുക അല്ലാഹുവിന് സാക്ഷിയായി. ഇതാണ് അതിന്റെ വ്യത്യാസം. ഒരിടത്ത് അല്ലാഹ് പറയുന്നു നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി കൂനൂ ഖവ്വാമീന ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുക. എങ്ങനെ? നീതിക്ക് സാക്ഷിയായി നിലകൊള്ളുക. നിസായിലായത്ത് അല്ലാഹു പറയുന്നത് നിങ്ങൾ നീതിക്ക് നിലകൊള്ളുക അല്ലാഹുവിന് സാക്ഷിയായി. അതാണ് അതിന്റെ വ്യത്യാസം. ഇതിൽ നിന്ന് തന്നെ ഈ ഒരു സ്ട്രക്ചറിൽ വിശുദ്ധ ഖുർആനിൽ ഈ 2 ആയത്തുകൾ മാത്രമേ ഉള്ളൂ. ഖുർആനിൽ ഈ ഒരു സ്ട്രക്ചറിൽ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക നീതിക്ക് സാക്ഷിയായി, നീതിക്ക് വേണ്ടി നിലകൊള്ളുക അള്ളാഹുവിന് സാക്ഷിയായി. ഇതിന്റെ ഈ പാറ്റേൺ മാത്രം മതി നീതിക്ക് ഇസ്ലാം എത്രത്തോളം ഗൗരവം കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ. അഥവാ അള്ളാഹുവിന് സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരാൾ നീതിക്ക് സാക്ഷിയാവുക എന്നതാണ്. നീതിക്ക് സാക്ഷിയാവുക എന്നതാണ് അള്ളാഹുവിന് സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ. അതിനർത്ഥം എന്താണ്? നീതിക്ക് ഒരാൾ സാക്ഷിയായില്ലെങ്കിൽ പിന്നെ അയാൾ അള്ളാഹ്ക്ക് സാക്ഷിയായിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നാണ്. നീതിക്ക് സാക്ഷിയാവുക, നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നതാണ് അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത്. അത്രയും കണക്റ്റഡ് ആണിത്.
അത്ര ക്ലബ് ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ അള്ളാഹുവിന് സാക്ഷിയാണെന്ന വാദം നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ നീതിക്ക് സാക്ഷിയാകണം. നീതിക്ക് സാക്ഷിയാകണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സെൻസ് ഓഫ് ജസ്റ്റിസ് ഇസ് ദ സെൻസ് ഓഫ് ഗോഡ്. നല്ല മാച്ചിങ് ആണത്. സെൻസ് ഓഫ് ജസ്റ്റിസ്, നീതിയെക്കുറിച്ചുള്ള ബോധം, അതാണ് സെൻസ് ഓഫ് ഗോഡ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം. നീതിയെക്കുറിച്ചുള്ള ബോധമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ബോധം നീതിയെക്കുറിച്ചുള്ള ബോധമാണ്. ആ ബോധം അള്ളാഹിനെ കുറിച്ചുള്ള ബോധം തന്നെയാണ്. രണ്ടും സെയിം ആണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെയൊക്കെ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾക്ക് എന്നെ കുറിച്ച് ബോധമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നീതിയെക്കുറിച്ച് ബോധം ഉണ്ടാകണം. നിങ്ങൾക്ക് നീതിയെക്കുറിച്ച് ബോധം ഉണ്ടായാൽ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ബോധം ഉണ്ടാകും. എന്നെക്കുറിച്ച് ബോധം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നീതിയെക്കുറിച്ച് ബോധം ഉണ്ടാവില്ല. നമ്മളുമായൊന്ന് ചേർത്ത് വെച്ച് നോക്കിയേ, എത്ര ഗൗരവമുണ്ട് അതിന്. നീതിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ബോധം ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ബോധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നീതിയെക്കുറിച്ച് ബോധം ഉണ്ടാവുക എന്നതാണ്. നീതി എന്ന് പറയുന്ന വാക്ക് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആരാധനാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതല്ല എൻ്റെ സഹോദരി സഹോദരന്മാരെ. നീതി എന്ന് പറയുന്ന വാക്ക് ആരാധനാകർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതേ അല്ല. നീതി എന്ന് പറയുന്നത് ആരാധനകളല്ലാത്ത നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന ഇടപെടലുകൾ, അത് രാഷ്ട്രീയമാകട്ടെ, സാമ്പത്തികമാകട്ടെ, സാമൂഹികമാകട്ടെ, കുടുംബപരമാകട്ടെ, മറ്റെന്തുമാകട്ടെ, അവിടെയൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു മൂല്യമാണ് നീതി, ജസ്റ്റിസ് എന്ന് പറയുന്നത്. അത് നമ്മൾ പുലർത്താൻ തയ്യാറായാലുണ്ടല്ലോ, നമ്മുടെ ഇടയിലുള്ള നല്ലൊരു പ്രശ്നങ്ങളും അവസാനിക്കും. നമ്മൾ ആ നീതി എന്ന് പറഞ്ഞ സങ്കല്പം ഒന്ന് മനസ്സിലാക്കി അത് എൻ്റെ ജീവിതത്തിൽ പരമാവധി ഞാൻ കാത്തു സൂക്ഷിക്കും എന്ന് ഒരാൾ വിചാരിച്ചാൽ പിന്നെ കുറേ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കും. ഈ നീതി എന്ന് പറയുന്നത് രണ്ട് കാര്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. നീതി എന്ന് പറയുന്നത് ആരാധനകർമ്മവുമായി ബന്ധപ്പെട്ടതല്ല. നമസ്കാരത്തിന് നീതിയായിട്ടൊരു ബന്ധമില്ല, നോമ്പിന് നീതിയായിട്ടൊരു ബന്ധമില്ല, ഹജ്ജിന് നീതിയായിട്ടൊരു ബന്ധമില്ല. അതേപോലെ തന്നെ നീതിയുമായി ബന്ധപ്പെട്ട് ഒരാരാധന അനുഷ്ഠാന കർമ്മങ്ങൾക്കും ബന്ധമില്ല. നീതി അതല്ലാത്ത നമ്മുടെ ദൈനംദിന ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ടതാണ്. അത് എനിക്കും ബാധകമാണ്, നിങ്ങൾക്കും ബാധകമാണ്, പണ്ഡിതനും ബാധകമാണ്, പാമരനും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. എഞ്ചിനീയർക്കും ബാധകമാണ്, ഡോക്ടർക്കും ബാധകമാണ്, കൂലിപ്പണിക്കാരനും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. ഇത് നമ്മൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിലെ, സമൂഹത്തിലെ, രാഷ്ട്രീയത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. പക്ഷെ ഇത് നമ്മൾ നോക്കൂല. അതുകൊണ്ടാണ് പരിഹരിക്കപ്പെടും എന്നതുകൊണ്ടായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതിയെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകും. നിങ്ങൾക്ക് നീതിയെക്കുറിച്ചുള്ള ബോധം ഉണ്ടെങ്കിൽ എന്നെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകും. കാരണം നീതി ഒരാൾക്ക് പാലിക്കണമെങ്കിൽ അള്ളാഹിനെ മുൻനിർത്തി മാത്രമേ പാലിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ എത്ര വലിയ തത്വശാസ്ത്രം പറഞ്ഞാലും, ഞാൻ എത്ര വലിയ ഉദ്യോഗം വഹിക്കുന്ന ആളാണെന്ന് പറഞ്ഞാലും ശരി, നീതി പാലിക്കാൻ എല്ലായിടത്തും എനിക്ക് പറ്റണമെന്നില്ല. എനിക്ക് പരിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ നീതിയെ കുറിച്ചൊക്കെ പറയും. അതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പരിക്കില്ലാത്തവർക്കാണല്ലോ നമുക്ക് അഭിപ്രായം പറയാൻ സുഖം. എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ നീതി പാലിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് പടച്ചോനെ പേടി ഉണ്ടാവണം, അല്ലെങ്കിൽ പടച്ചോനെ ഓർമ്മ ഉണ്ടാവണം, എങ്കിലേ അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് രാഷ്ട്രീയത്തിലും വേണം. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞല്ലോ, വാല്യൂ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ നിന്ന് മുക്തമായൊരു സാധനമല്ല. രാഷ്ട്രീയത്തിൽ നിന്ന് വാല്യൂ, നീതി എന്ന് പറയുന്നത് മൈനസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ നീതി എന്ന് പറയുന്നത് മൈനസ് ചെയ്യാൻ പറ്റില്ല. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളുമായി ബന്ധപ്പെട്ടതാണത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നീതിക്ക് സാക്ഷിയാകണം. നമ്മൾ സെൻസ് ഓഫ് ജസ്റ്റിസ് ഈസ് ദ സെൻസ് ഓഫ് ഗോഡ്. ഇസ്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്നതാണ്. നീതിബോധമാണ് ഏറ്റവും വലിയ ദൈവബോധം. നീതിബോധമാണ് ഏറ്റവും വലിയ ദൈവബോധം. ദൈവബോധം എന്ന് പറഞ്ഞാൽ നീതിബോധമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നന്നായി മനസ്സിലാക്കണം. പറയുന്ന ഞാനും മനസ്സിലാക്കണം, കേൾക്കുന്ന നിങ്ങളും മനസ്സിലാക്കണം. അത് ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇതിന് പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ആയത്ത് തന്നെ മറ്റൊരു വശവും കൂടി പരിശോധിച്ചാൽ മതി. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾക്ക് ഒരു ജനവിഭാഗത്തോട് വിരോധമുണ്ട്, ഒരു വ്യക്തിയോട് വിരോധമുണ്ട്, അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തോട് വിരോധമുണ്ട്. ഇപ്പൊ അതാണല്ലോ നടക്കുന്നത്. ഈ വിരോധം കൊണ്ടാണല്ലോ ഇപ്പൊ ഇതൊക്കെ പറയണത്. ഇപ്പൊ നിങ്ങൾ ഒരാൾ മതരാഷ്ട്രവാദിയാകുന്നത്, ഒരാൾ തീവ്രവാദിയാകുന്നത്, ഭീകരവാദിയാകുന്നത് ഇതൊന്നും പഠിച്ചിട്ടോ വിശകലനം ചെയ്തിട്ടോ ഒന്നുമല്ല. ഒതുക്കണമെങ്കിൽ ഇത് പറഞ്ഞാലേ ഇപ്പൊ ഒതുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉള്ളൂ, അത്രേ ഉള്ളൂ. വേറെ ഒന്നും പറഞ്ഞാൽ ഒതുക്കാൻ പറ്റില്ല. ഇപ്പൊ വേറെ എന്തെങ്കിലും പറഞ്ഞ് ഒതുക്കാൻ പറ്റുമോ? അയാൾക്ക് പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ ഒതുങ്ങും. അയാൾ ഒതുക്കാൻ എളുപ്പമാണ്. പെണ്ണുമായിട്ട്. അപ്പൊ നമ്മളാണെങ്കിലും അങ്ങനെയുള്ളൂ. ഇപ്പൊ ഒരു കോടി രൂപ ഒരാൾ കട്ടെന്ന് പറഞ്ഞാൽ കട്ടല്ലേ, അത് ശരിയല്ല എന്ന് നമ്മൾ പറയും. പക്ഷെ അയാൾക്ക് വേറെ പെണ്ണുങ്ങളുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കോടി രൂപ കട്ടതിനേക്കാൾ ഗൗരവത്തിലല്ല അത് കാണുക. അതിനിപ്പോൾ എന്തായാലും അവൻ അംഗീകരിക്കാൻ പറ്റില്ല. എല്ലാവരും രാജിവെക്കണമെന്ന് പറഞ്ഞാൽ 1 കോടി കെട്ടിട്ടാ
ഇവിടെ രാജിക്ക് വേണ്ടി മുറവിളി കൂടുന്നത് 10 കോടി കട്ടിട്ടാണ്. 10 കോടി കട്ടാൽ അവന്റെ സ്ഥാനം ഒന്നും കൂടി ഉറപ്പിക്കും. അതാണ്. അതേസമയം ഒരു പെണ്ണിനെ തൊട്ട് അവനപ്പം രാജിവെക്കേണ്ടി വരും. അതാണല്ലോ ഇവിടെ നടക്കുന്നത്. ന്യായമാണല്ലോ അത്. പെണ്ണിനെ തൊട്ടാൽ അപ്പം രാജിവെക്കണം. നീ 10 കോടി കട്ടാലും വേണ്ടിയില്ല, നിനക്ക് അവിടെ ഇരിക്കാം, സംരക്ഷണം എൻ്റെ കിട്ടും, ഞാൻ ന്യായങ്ങൾ ഉന്നയിക്കും. പക്ഷെ പെണ്ണിനെ തൊട്ടാൽ നീ രാജിവെക്കേണ്ടി വരും. വേണം, അത്രയും ഗൗരവത്തിൽ അത് കാണുന്നത്. എന്ന് പറഞ്ഞതുപോലെ മുസ്ലിം സംഘടനകളും മുസ്ലിം നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ഒതുക്കണമെന്നുണ്ടെങ്കിൽ തീവ്രവാദമാണെന്ന് പറയണം, ഭീകരവാദമാണെന്ന് പറയണം, മതരാഷ്ട്രവാദമാണെന്ന് പറയണം. അല്ല വേറെ എന്തും പറഞ്ഞാൽ അവിടെ ഓടൂല. അത് ഓടുന്നവർക്ക് ഓടിക്കുന്നവർക്ക് നന്നായി അറിയാം. ഇത് പറഞ്ഞാലാണ് മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തണമെങ്കിലും എന്ത് വേണം? തീവ്രവാദമാണെന്ന് പറയണം. അപ്പൊ ഈ നീതിബോധം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കയറി അതൊന്നും പറയില്ല. കാരണം അതൊക്കെ പറഞ്ഞാൽ എവിടെയൊക്കെയാണ് ചെന്ന് കൊള്ളുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് നമുക്ക് ആശ്വാസം കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കൊരു ജനവിഭാഗത്തോട് വിരോധമുണ്ട്. നമ്മളൊക്കെ നന്നായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾക്കൊരു കൂട്ടരോട് വിരോധമുണ്ട്, അല്ലെങ്കിൽ എന്നോട് നിങ്ങൾക്ക് വിരോധമുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് നിങ്ങളോട് വിരോധമുണ്ട്, അല്ലെങ്കിൽ വേറൊരാൾക്ക് എന്നോട് വിരോധമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത്തരം ഘട്ടങ്ങളിൽ പോലും നിങ്ങൾ എന്തു വേണം? നീതി അതിന് തടസ്സമാകരുത്. ആ വിരോധമൊന്നും നീതി പാലിക്കുന്നതിന് തടസ്സമാകരുത്. ഇത്രയും ഉയർന്ന മൂല്യമാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ, ഖുർആനിൽ. അത്രയും ഉയർന്ന മൂല്യമാണ്. വിരോധമുള്ളവന് പോലും എന്തു വേണം? നീതി വേണം. വിരോധമൊക്കെ അത് ശരി, ഓക്കെ, പക്ഷെ നീതി വേണം. എപ്പോഴും നമ്മൾ പറയാറുള്ളത്, RSSന്റെ മോഹൻ ഭാഗവതിന് പോലും നീതി കിട്ടേണ്ടതുണ്ടെങ്കിൽ നീതി കിട്ടണം. അതാണ് ഇസ്ലാമിലെ നൈതിക സങ്കല്പം എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ ഞാനും നിങ്ങളും കാത്തു സൂക്ഷിച്ച എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടും. എന്നിട്ട് അല്ലാഹ് എന്താ പറഞ്ഞെന്നറിയാമോ? അഖ്റബുൽ തഖ്വ, തഖ്വയോട് ഏറ്റവും അടുത്തത് അതാണ്. നിങ്ങൾ ഖുർആൻ ഉടനീളം പരിശോധിച്ചാൽ, എൻ്റെ ഖുതുബ കേൾക്കുന്ന ആളുകൾക്ക് ഇത് നന്നായി ബ്രെയിനിൽ ഉണ്ടായിരിക്കും. കാരണം ഞാനിത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ 2 കാര്യത്തെക്കുറിച്ച് മാത്രമേ അല്ലാഹ് തഖ്വയോട് ഏറ്റവും അടുത്തത് എന്ന് പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കേണ്ടത്, അത് നിസ്കാരത്തെക്കുറിച്ചല്ല, അത് നോമ്പിനെ കുറിച്ചല്ല, അത് ഹജ്ജിനെ കുറിച്ചല്ല, അത് ഉംറയെക്കുറിച്ചല്ല, അത് നീതിയെക്കുറിച്ചാണ്. അതിവിടെയാണ്. അഖ്റബുൽ തഖ്വ. ഒരു കാര്യം ഇതാണ്, മറ്റൊരു കാര്യം മറ്റൊരിടത്താണുള്ളത്. അഖ്റബുൽ തഖ്വ, ഇത് തഖ്വയോട് ഏറ്റവും അടുത്തതാണ്. എന്ത്? ഒരു ജനവിഭാഗത്തോട് നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ നീതി അയാളോടും പാലിക്കണം. ആ വിരോധമൊന്നും നീതി പാലിക്കാൻ തടസ്സമാകരുത്. അവിടെ നിങ്ങൾ നീതി പാലിക്കുക എന്ന് പറഞ്ഞാൽ അത് തഖ്വയോട് ഏറ്റവും അടുത്തതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. എന്നിട്ട് അല്ലാഹു തഖ്വ, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നീതി പാലിക്കണം എന്ന്. ഇനി നീതിയുടെ ഏറ്റവും വലിയൊരു ഗൗരവം ഇസ്ലാം കാണുന്നത് ഈ ആയത്തിന്റെ ഘടന പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ 2 ആയത്തുകളും അവസാനിപ്പിക്കുന്നത് അല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു നന്നായി അറിയുന്നവനാണ്. 2 ആയത്തും തുടങ്ങുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ടാണ്. 2 ആയത്തും അവസാനിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. എന്തായാലും നമ്മൾ തുടങ്ങിപ്പോയല്ലോ, അതുകൊണ്ട് ഇതൊന്ന് എവിടെയെങ്കിലും അവസാനിപ്പിക്കണമല്ലോ. അതുകൊണ്ട് അല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ എന്ന് പറഞ്ഞതല്ല. ഈ സൈക്കിളെ കയറിയിട്ട് ഇറങ്ങാൻ പറ്റാതെ ആയപ്പോൾ പറഞ്ഞതല്ല അത്. ഖുർആനായിട്ട് നമ്മൾ പറയാൻ തുടങ്ങിപ്പോയി, ഇനിയിപ്പോൾ ഇതെങ്ങനെയും അവസാനിപ്പിക്കണം, അതുകൊണ്ട് കിടക്കട്ടെ അല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, അങ്ങനെ പറഞ്ഞതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടം അത് ഖുർആനിന്റെ ഒരു പ്രത്യേക ശൈലിയാണ്. പറയുന്ന കാര്യം വളരെ ഗൗരവമുള്ള സംഗതിയാണ് എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ ഒരു ദൈവിക ശൈലിയാണത്. ഖുർആനിൽ വേറെ കാണാം പല രൂപത്തിൽ. പക്ഷെ സമാനത എന്താണെന്ന് ചോദിച്ചാൽ, നീതിയെക്കുറിച്ച് പറയുന്ന ഈ 2 ആയത്തും അവസാനിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതൊക്കെ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഈ നീതി പാലിക്കുമോ എന്ന കാര്യം ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രവർത്തനത്തിൽ അത് എത്രത്തോളം നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കറിയാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതാണ് ഖുർആൻ. ഇത് മനസ്സിലാകണമെങ്കിൽ, എപ്പോഴും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എത്ര അരോചകത്വമുണ്ടായാലും ഞാൻ പറയുകയാണ്, ഇത് മനസ്സിലാകണമെങ്കിൽ ഖുർആൻ മനസ്സിലാകണം, ഖുർആൻ പഠിക്കണം, ഖുർആൻ വായിക്കണം. എന്ന് പറഞ്ഞാൽ മുഫസ്സിറാവണമെന്നൊന്നുമല്ല പറയുന്നത്, മഹാപണ്ഡിതനാവണമെന്നൊന്നുമല്ല പറയുന്നത്. ഖുർആൻ വായിച്ചാൽ മതി. ഇത് കിട്ടില്ല, നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല. നിങ്ങൾ ഏത് കിതാബ് വായിച്ചാലും നീതിയെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ആ കിതാബിൽ നിന്ന് കിട്ടില്ല. ഉറപ്പ് ഞാൻ പറയുന്നു, കിട്ടില്ല. കാരണം അവിടെ ഒന്നും ഇതില്ല.
അവിടെ ഒക്കെ പഠിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നീതിയുമായി ബന്ധമില്ലാത്ത ആരാധനാകർമ്മങ്ങളുടെ വിശദാംശങ്ങളാണ്. ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ഹെഡ്ലൈൻ കാണാൻ കഴിയില്ല, ഒരു ടോപ്പിക് കാണാൻ കഴിയില്ല, എവിടെയുമില്ല. പിന്നെ എങ്ങനെ നമ്മൾ പഠിക്കണത്? അദ്ദേഹം പറഞ്ഞാൽ കാണൂലെന്ന്. അത് ഖുർആനിലാണല്ലോ പറയുന്നത്, അത് ആവർത്തിച്ച് പല രൂപത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ മനസ്സിൽ നിലനിൽക്കണം. ഞാനും നിങ്ങളും ഈ നീതി പാലിക്കണം. പക്ഷെ അതിന് പകരം കാര്യത്തോടെടുക്കുമ്പോൾ ഖുർആൻ പറഞ്ഞ പോലെ ഖദ് അഹമ്മത്തുഹും അംഫുസുഹും, അൾട്ടിമേറ്റ്ലി അവർക്ക് അവർ തന്നെയാണ് വലുത്. ഖുർആൻ പറഞ്ഞതാണ് ഒരു സ്ഥലത്ത്, അൾട്ടിമേറ്റ്ലി അവസാനം എന്തൊക്കെ പറഞ്ഞാലും ശരി, അവസാനം അവർക്ക് അവർ തന്നെ വലുത്. ഇതൊക്കെ പറയും, പക്ഷെ കാര്യത്തോടെടുക്കുമ്പോൾ അവർക്ക് അവർ തന്നെയാണ് വലുത് എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ നമ്മൾ ആകരുത്, ഒരിക്കലും ആകരുത്. അതുകൊണ്ട് പരമാവധി ജീവിതത്തിൽ നീതി പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അത് രാഷ്ട്രീയത്തിലായാലും ആരോടെങ്കിലുമൊക്കെ ഏതൊക്കെയോ അർത്ഥത്തിൽ സംഘടനാ വിരോധമുണ്ട്, ഏതൊക്കെയോ അർത്ഥത്തിൽ വാങ്ങിയിട്ട് തിരിച്ചു തരാത്ത വിരോധമുണ്ട്, അങ്ങനെ പല രൂപത്തിലുള്ള വിരോധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് അനീതി കാണിക്കാൻ ഒന്നും നമുക്കൊരു ന്യായമാകരുത്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഇസ്ലാമിലെ ഏറ്റവും വലിയ മൂല്യമാണ്. അതായത് സെൻസ് ഓഫ് ഗോഡ് ഈസ് ദ സെൻസ് ഓഫ് ജസ്റ്റിസ്. ഏറ്റവും വലിയ ദൈവബോധം എന്ന് പറയുന്നത് നീതിബോധമാണ്. പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.